കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊയ്യോട് സ്വദേശി ഹർഷാദ് കർണാടകയിലേക്ക് കടന്നതായാണ് നിഗമനം. പ്രതി രക്ഷപ്പെട്ടത് കർണാടകയിൽ നിന്നെത്തിച്ച ബൈക്കിലാണെന്ന് കണ്ടെത്തി. ഹർഷാദ് ജയിലിൽ നിന്നും ആശയവിനിമയം നടത്തിയ ഫോൺ നമ്പറും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജയിൽ ചാട്ടത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ ലഹരിമരുന്ന് സംഘമെന്നാണ് പോലീസിന്റെ സംശയം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ തടവുപുള്ളി ഹർഷാദിനായി തെരച്ചിൽ ഊർജിതമാക്കി. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഹർഷാദിനെക്കുറിച്ച് കാര്യമായ സൂചന ലഭിച്ചിട്ടില്ല. ഇയാൾ കർണാടകയിലേക്ക് കടന്നതായാണ് നിഗമനം. ജയിൽ ചാടാനുള്ള എല്ലാ സഹായവും ചെയ്തു നൽകിയത് ലഹരിക്കടത്തു സംഘമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ ബൈക്കിൽ കയറിയാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തി. ഈ മാസം 9-ന് ജയിലിൽ ഹർഷാദിനെ കാണാനെത്തിയ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. ബൈക്കിലെത്തിയത് ഇയാളല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയിൽച്ചാട്ടം സംബന്ധിച്ച ആസൂത്രണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിച്ചു വരുന്നു. ജയിൽ വസ്ത്രത്തിൽ തന്നെയാണ് ഹർഷാദ് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 6:45-ന് ജയിലിലേക്കുള്ള പത്രമെടുക്കാൻ ദേശീയപാതയോരത്തേക്ക് പോയ പ്രതി പെട്ടെന്ന് പടിക്കെട്ടുകൾ ചാടിയിറങ്ങി അവിടെ കാത്തുനിന്നിരുന്ന ബൈക്കിന് പിന്നിൽ കയറി കടന്നു കളയുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ച ഒരാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏറെ നേരം ജയിലിന് മുന്നിൽ കാത്തുനിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലഹരി മരുന്ന് കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് ഹർഷാദ് ജയിലിലെത്തിയത്. തടവുചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ എന്നതും പരിശോധിച്ചു വരുന്നു. News 18 കണ്ണൂർ.